നമ്മുടെ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ത്രീകൾ ആദ്യം. അതുകൊണ്ട് വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം? സഖാവ് സേതുലക്ഷ്മിയെ നിർത്തണം. വരട്ടെ. സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു. ഇനി ഒരാൾ പിന്താങ്ങണം. ഞാൻ പിന്താങ്ങുന്നു. അപ്പോ സഖാവ് സേതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് DKയുടെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. സഖാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തുറക്കാനുമേ. ഉറങ്ങിയില്ലേ നിങ്ങൾ ഇതുവരെ? കിടക്കാൻ പോവായിരുന്നു. എന്നാ പിന്നെ അന്നമ്മേ ഞങ്ങള് വീട്ടിലോട്ട് പോവാ. ഓ, ഇനിയിപ്പോ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകണ്ടല്ല. അതെ, നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ കിടക്ക്, ഞങ്ങൾ അപ്പുറത്ത് കിടന്നോളാം. വാ. ഞാൻ കഴിച്ചോളാം, നീ അവിടെ ഇരിക്കേ. അസുഖം വല്ലതും തോന്നുന്നുണ്ടോ അന്നമ്മേ? ഉണ്ട്, ഞാൻ പറയത്തില്ലയോ. നീ കഞ്ഞി കുടിച്ചോ? ആഹാരം സമയാസമയത്ത് കഴിച്ചോണം, ഉള്ളത്. വിശന്നിരിക്കില്ലേ? ഈ സമയത്ത് മുഴുവൻ നേരവും അന്നമ്മയുടെ കൂടി ഇരിക്കേണ്ടവനാ ഞാൻ. ഓ, അതൊന്നും സാരമില്ല ചായ. അന്നമ്മോ, നമ്മുടെ പാർട്ടി ജയിക്കും. നമ്മുടെ DK MLA ആകും. ചിലപ്പോ ഈ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയും. മോൻ കേട്ടോ, മോന്റെ അപ്പച്ചൻ മന്ത്രിയാകുന്നു. കർത്താവേ, അങ്ങനെ തന്നയച്ചതാ മോക്ക്. വേണ്ടാന്ന് പറയരുത് മോളെ. മോളുടെ മാലയും വളയൊക്കെ ആയത്. ഇത് കുറച്ച് രൂപയും. എനിക്കെന്തിനാ ചേട്ടത്തെ ഇനി മാലയും വളയും ഒക്കെ? എന്നും എന്റെ വില കൂടിയ ആഭരണം അപ്പച്ചിട്ട് സ്നേഹമായിരുന്നു, അത് പോയി. അതൊന്നും പോയിട്ടില്ല മോളെ. പോയിട്ടില്ലേ? ഇന്ന് പള്ളിയിൽ വെച്ച് എന്നെ ഈ നിലയിൽ കണ്ടിട്ട്
ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പോകാൻ അപ്പച്ചന് കഴിഞ്ഞല്ലോ. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം. ചേട്ടത്തി അപ്പച്ചനോട് പറഞ്ഞേക്ക്, അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചന് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചന് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അവറാക്കുട്ടി, കറിയാക്കുട്ടി ജോസൂട്ടി പൊക്കടാ. അവറാക്കുട്ടി, അന്നമ്മയെ ശരീരം കാണിക്കണം. പറ്റത്തില്ല അച്ചോ, മേടയിൽ ഇട്ടിച്ചൻ ഇങ്ങനെ ഒരു മോളില്ല. അയ്യോ, എന്റെ അപ്പച്ച, അച്ചായ, എനിക്ക് എന്റെ അപ്പച്ചനെ ഒന്ന് കാണണം. എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. അച്ചോ, എന്റെ അപ്പച്ചനെ ഒന്ന് കാണിക്കാൻ പറ അച്ചോ. കാണണോ അന്നമ്മേ നിനക്ക്? മരിച്ചു വീണാലും കാണിക്കത്തില്ലടാ. പറയുന്നമ്മേ, അന്നമ്മേ കാണണോ? എന്റെ അപ്പച്ചനെ ഒന്ന് ശരീരം താഴെ വെക്കാൻ പറയാച്ചോമാരോടെ. ആന്റോണി, സ്റ്റീഫ, ദേവി ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അച്ചോ, സ്റ്റീഫ, കർത്താവിനെ ഓർത്ത് പറയാന്നമ്മേ, നിനക്ക് കാണണേ, നിന്റെ അപ്പച്ചനെ നീ കണ്ടിരിക്കും. വേണ്ട അച്ചായ, എനിക്ക് കാണണ്ടായ, എനിക്ക് കാണണ്ടേ. ഡീക്കേ, വാ. അച്ചോ, ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകളെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിയുക്ത മന്ത്രിമാർ നാളെ രാവിലെ 10 മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലി സ്ഥാനങ്ങൾ ഏറ്റെടുക്കും. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. കുഴപ്പമായി, എന്റെ കൈ നിൽക്കത്തില്ല. ആശുപത്രി കൊണ്ടുപോകണം, ചോര ഒരുപാട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്! രക്തസാക്ഷികൾ സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്! ഇതിനാൽ ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊള്ളുന്നു. ഞാൻ D.K. Anthony, DK ആന്റണി on my own name, എന്റെ സ്വന്തം നാമത്തിൽ ശരി. പ്രസവിച്ചു, ആൺകുട്ടിയാ. ഓപ്പറേഷൻ വേണ്ടി വന്നു. ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. വേഗം വേണം. തന്റെ കാശ് വല്ലതും ഉണ്ടോ? എന്റെ എവിടുന്ന കാശ്? ഞാനിപ്പോ വരാം. അതെ, ഇപ്പൊ ബില്ല് എഴുതണ്ട. തരാൻ എന്റെ കാശില്ല, അതുകൊണ്ടാ.
ഇപ്പൊ കടമായിട്ട് തരണം. നാളെ ഞാൻ കാശ് കൊണ്ട് തരാം. അത് പറ്റത്തില്ല സാറേ. മുതലാളി ഇവിടെ ഇല്ല. മുതലാളി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാങ്ങിക്കവറാ കുട്ടി, ചുളു വിലയല്ലേ? താൻ പറയണ ശരിയാ, പക്ഷെ പ്രശ്നം അങ്ങനെയല്ലെന്നേ. 40,000 രൂപയാവും പറയണത്. അത്രയല്ലേ ഉള്ളൂ അവറാ കുട്ടി. അതിനോട് 40,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണ്. പിന്നല്ലാതെ. സഹാവേ, സത്യപ്രജ്ഞ പോയില്ലയോ? ആ. വകുപ്പുകളൊക്കെ എങ്ങനെ? ഒന്നും തീരുമാനമായിട്ടില്ല. ആഭ്യന്തര ആർക്കാരും അച്ചോ, അച്ചോ, ആ അച്ചോ, എന്താ സ്റ്റീഫ? അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. താൻ കാര്യം പറ. അന്നമ്മ പ്രസവിച്ചു. ആ, ഉടനെ ഈ മരുന്ന് എത്തിക്കണം. എന്റെ കാശില്ല. അത്രേ ഉള്ളൂ. പറയണ്ടേ? ഒരു കാര്യം ചെയ്യ്. ദാ, ഇത് വെച്ചോ. താൻ മരുന്ന് മേടിച്ചോണ്ട് പോവാ, ഞാൻ ആശുപത്രിയോട് പോവാം. താനിതുവരെ കഴിക്കാൻ തുടങ്ങിയില്ലേ? ഇരിക്കെ, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഇരിക്ക് സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണിത്താനെ. ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും. നാളെ കൂടി വരും. മറ്റന്നാ വരുവോ? അതിന്റെ പിറ്റേ ദിവസം വരുവോ? ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി, കൊഴിഞ്ഞു വീഴും. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ നെട്ടൂരാനെ, ഇനി ഇങ്ങനെ നടന്നാ പോരാ. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ 4 നേരം വൃത്തിയായിട്ട് വയറ് നിറച്ച് വല്ലതും കഴിച്ചുകൊണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത്. അന്നമ്മ, സഖാവിന്റെ ഭാര്യ. ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഉണ്ണിത്താനെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം. ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകത്തില്ല. എന്തോന്നാടോ താനീ പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഞാൻ. അതറിയാം. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തന്റെ ഈ ഇംഗിലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നെട്ടുരാനെ, നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലയോ? എന്താ?